ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ലോൺസിസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് കേട്ടോ. നമ്മളുടെ ഇവിടെ കൺട്രി ക്ലബ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ഒരു കിഡിലൻ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഹോം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു വീട് വിൽസൺ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡേഴ്സ് പണിതിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് വിൽസൺ ഹോംസിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ടാസ്മാനിയ വൈഡായിട്ട് അവർ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ബിൽഡറാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ഈ ഒരു ഡിസൈൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ വാട്ടർ 32 എന്നാണ് ഡിസൈൻ്റെ പേര്. അപ്പം ഈ ഒരു ഡിസൈൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അവരുടെ കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് വീടിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിമനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ണുകൊണ്ട് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോയിങ്. വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കാണിക്കാനുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഡബിൾ ഗ്യാരേജ് ആ ഒരു സ്റ്റോറേജാണ്, വെഹിക്കിൾ സ്റ്റോറേജാണ്. മുകളിലേക്കൊക്കെ ഒരു ബ്ലാക്ക് തീമാണ് എനിക്കൊന്ന് പിടിച്ചിരിക്കുന്നത്, ഒരു ബ്ലാക്ക് തീമാണ്. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം, കാരണം ഡബിൾ സ്റ്റോറേജ് ബിൽഡിംഗ് എല്ലാം അങ്ങനെ തന്നെയാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇവിടെ വിൽസൺ ഹോമാരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, ലവ് ബീങ് ഹോം. നല്ലൊരു ബ്രിക്ക് മെറ്റീരിയലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ. ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ നമുക്കൊരു ലോക്ക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് നമുക്ക് തുറന്ന് വരുമ്പോഴേ കാണാം. സൈഡിലൊരു വാൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വെക്കാം കേട്ടോ, ഇത്ര വെക്കണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് താഴത്തെ ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാം. റൈറ്റിലേക്ക് തിരിഞ്ഞ് വരുമ്പം തന്നെ നമുക്കൊരു സ്റ്റഡി റൂം, അത് ഓപ്പൺ ആയിട്ടുള്ളൊരു റൂം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റഡി സ്പേസ് ആണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ആസ് എ ഒരു ഡിജിറ്റൽ കോണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള സ്പേസസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പും നമുക്ക് മോണിറ്ററും കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പേസാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ തുറക്കാൻ പറ്റും. അതായത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതിൽ അങ്ങനെയാണ് ലോക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ഹാൻഡിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ചിലപ്പോൾ കുറേ യൂസ് ചെയ്യുമ്പോൾ ഇത് കേടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതലും ഇങ്ങനെ ഹാൻഡിൽ വെച്ചിട്ട് വലിച്ച് തുറക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് പുറത്തേക്കൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം എയർ സർക്കുലേഷൻ വേണമെങ്കിൽ. ഇതും സെൻട്രലൈസ്ഡ് AC സിസ്റ്റം ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം അകത്തെ നല്ലൊരു ഇതൊരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം അല്ല എന്നെനിക്ക് തോന്നുന്നു, കാരണം ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. കയറി ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ്. ഒരു ഡബിൾ ബെഡാണ് ഇട്ടിട്ടുള്ളത്. ഒരു ഗ്രീൻ ബ്ലാക്ക് തീമാണ് ഈ ഒരു റൂമിന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സൈഡിൽ വൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓവൽ പോലെ റൗണ്ടിലിരിക്കുന്ന ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഷ്യൻഡ് ആയിട്ടുള്ളൊരു ചെയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടും. ഇതൊരു നോർമലി മാസ്റ്റർ ബെഡ്റൂമാണ് ഇങ്ങനെ ഒരു സൈസിൽ വരുന്നത്, പക്ഷേ ഈ ഒരു ഡിസൈൻ കുറച്ച് വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കിവിടെ ഒരു ഗ്ലാസ്ഡ് ആയിട്ടുള്ളൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്ലൈഡ് വാർഡ്രോബാണ്. ഒരു നോർമൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും, ഡ്രസ്സ് എടുത്ത് വെക്കാൻ പറ്റിയൊരു ഇതാണ്. നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ മെയിൻലി കുട്ടികൾക്കാണല്ലോ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിട്ടൊരു ലേഡീസ് വാഷ് സെറ്റപ്പിലാണ് കേട്ടോ. നമ്മളുടെ അപ്പൂപ്പൻ അമ്മൂമ്മക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മുറിയായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ തുറക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റോറേജ് ഉള്ളൊരു സൈഡ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ്സ്, ഒരു വാൾ പിക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്സ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ മുന്നിലേക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സൈഡിൽ കുറച്ച് സ്റ്റെപ്പിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിന് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പൊടി ഇതിൻ്റെക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് കവേർഡ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ചെറിയൊരു സ്റ്റഡി റൂം പോലെ അപ്പുറത്ത് സെറ്റ് ചെയ്തതുപോലെ ഒരു സ്റ്റഡി റൂം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുമ്പോഴേ കാണാൻ സാധിക്കുന്നത് ലോണ്ട്രി റൂമും 2 ഡോർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോർ എന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊരു സ്റ്റോറേജ് ഡോറാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ക്രിക്കറ്റ് കിറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും വെക്കാം, നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡബിൾ ഗ്യാരേജ്. ഞാൻ പുറത്തുനിന്ന് കാണിച്ച ഡബിൾ ഗ്യാരേജാണ്. നമുക്ക് 2 വണ്ടി വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഇടാൻ സാധിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ സൈഡിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോണ്ട്രി റൂമാണ്. ഒരു ബ്ലാക്ക്
വൈറ്റ് തീമാണ് ഇതിനകത്ത് പിടിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്ലസ് ഒരു മിക്സഡ് കളറാണ്. എനിക്കത് കളറ് 1-2 കളേഴ്സ് അതാണ് മാക്സിമം എനിക്കിഷ്ടമുള്ളത് കേട്ടോ. ഇതൊരു ഫിഷ് ആൻഡ് പാക്കൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രയർ ആൻഡ് വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ഈ ഒരു വഴിയിൽ കൂടെ നമുക്ക് നമ്മുടെ ഗാർഡൻ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റും. എനിക്കൊന്ന് ലോക്ക്ഡാണ് ഈ ഒരു ഏരിയ. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ബാക്കിൽ ആൽഫ്രസ്കോയിൽ കൂടെ പോകാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന സ്റ്റെപ്പിൻ്റെ താഴെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഇവിടെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ റൂമിലേക്ക് പോകാം. ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. ഒരു ഡബിൾ ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വാൾ പിക്ചറും 2 ടേബിൾ ലാമ്പ് ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോട്ടും ബാഗും ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ റൂമാണ് കേട്ടോ. ഈ റൂംസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു താഴെ മുഴുവൻ അങ്ങനത്തെ റൂംസ് ആയിരിക്കാം സാധ്യതയുണ്ട്. ഇത് നമ്മളിപ്പോൾ കണ്ട സെക്കൻഡ് ബെഡ്റൂമാണ്. ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് മിററായിട്ടുള്ള. നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് സ്ട്രൈറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ലിനൻ സ്റ്റോറേജ്, ഇത് കാണുമ്പോഴേ അറിയാം ലിനനാണ്, ലിനൻ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഷവർ റൂം ബാറ്റബ് കൊടുത്തിട്ടുണ്ട്. ഒരു പൗഡർ റൂം സെപ്പറേറ്റ്. ഇതൊരു സ്ലൈഡ് ഡോർ ഉള്ളതാണ് കേട്ടോ. നമുക്കിവിടെ അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. പൗഡർ റൂം പുറത്തേക്ക് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കട്ടനിട്ട് നമുക്ക് മറയ്ക്കാൻ പറ്റും. ഓൾറെഡി ഒരു ബ്ലൈൻഡ്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിമനോഹരമായിട്ടുള്ളൊരു അതിമനോഹരമായിട്ടൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു നൈസായിട്ടുള്ളൊരു ബ്ലാക്ക് തീമിൽ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ട് വാട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. ടവൽ ഹാങ് ചെയ്യാൻ പറ്റുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അടിയിൽ ഇങ്ങനെ വേസ്റ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. സ്ലൈഡ് ഡോർ നമുക്ക് തുറന്ന് പുറത്തേക്ക് പോകാം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷവർ റൂം പ്ലസ് ബാറ്റബ്. ഇത് അത്യാവശ്യം ഒരു സ്മോൾ സൈസ് ഷവറാണ്. പക്ഷേ എന്നാലും ഒരാൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കാം, കുഴപ്പമില്ല. നൈസായിട്ടുള്ളൊരു ബ്ലാക്ക് തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലം കൊള്ളാം. ഈ ഒരു ടവലും സോപ്പൊക്കെ വെക്കാനുള്ളൊരു സ്ഥലം സെപ്പറേറ്റ് ഇങ്ങനെ നമ്മളൊരു സ്റ്റാൻഡ് വെച്ച് വൃത്തിയേടാക്കാനും നല്ലതാണ്. ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. നല്ലൊരു ടൈൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ബാറ്റബ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ഒരു ബാറ്റബാണ്, നൈസ്. പിന്നെ നമുക്ക് പുറത്തേക്കുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. വ്യൂ വേണമെങ്കിൽ മറച്ചിട്ടുണ്ടെങ്കിൽ മറച്ചിടാം. പ്രൈവസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും കട്ടൻ വെച്ചിട്ട് അത് മറയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നമുക്കുള്ളൊരു മിററും അതുപോലെ തന്നെ ഒരു സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മിററിൻ്റെ സൈഡിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും തുറക്കാൻ സാധിക്കും. നൈസ്. പിന്നെ നമുക്ക് ടവൽ ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇതിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ ഇത് ഇൻഡിവിജ്വൽ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. മുകളിൽ AC ആ ഒരു ഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻട്രലൈസ്ഡ് ആണ്. നമുക്കൊന്ന് ഇതിൻ്റെ ഈ ഒരു സ്പെസിഫിക് ബാത്റൂമിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൊരു 27.7 ഡിഗ്രി ഇട്ടിരിക്കുന്നത്. അത്രയും ചൂടിനകത്തുണ്ടോ എനിക്കറിയില്ല. മേ ബി കാണണം. കാരണം ഞാൻ നോർമൽ ഷർട്ടായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് തണുക്കുന്നില്ല. സോ ഇറ്റ് മീൻസ് നല്ല ചൂടാണ് എന്നാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് അടുത്ത റൂമിലേക്ക് പോകാം. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലൗഞ്ചാണ് കേട്ടോ. ഇതൊരു ലിവിങ് റൂം എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ലിവിങ് റൂമായിട്ട് തോന്നും. ഇതൊരു ലൗഞ്ചാണ്. നമുക്കൊരു TV യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എഴുതി സംസാരിക്കാനൊക്കെ സാധിക്കും. ഇതിൻ്റെ ഡിസൈൻ വേറൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ലിവിങ് റൂം ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നോർമലി 2 നില വീടുകളുടെ 2ാമത്തെ നിലയിലാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വ്യൂ ഞാൻ കാണുന്നത് കേട്ടോ. ഈ ഒരു TV യൂണിറ്റും കൊള്ളാം. ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഒരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3rd ബെഡ്റൂം ഇതിൻ്റെ ഈ സൈഡിലാവാനാണ് ചാൻസ്. ഇതൊരു 3rd ബെഡ്റൂമാണ്. സോ 3rd ബെഡ്റൂം ഒരു ഡബിൾ ബെഡാണ് ഇട്ടിട്ടുള്ളത്. നൈസായിട്ട് ഉള്ളൊരു കളർ തീം, ഒരു ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് കളർ തീമാണ്. ഇത് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ഗ്രേ അല്ല, അതൊരു ഗ്രേ കളറാണ്. ദൂരം നോക്കാം ഗ്രീൻ ആയിട്ട് തോന്നുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗ്രേ കളർ കേട്ടോ. ഒരു ഗ്രേ തീമാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂ ഉണ്ട് വിൻഡോയുടെ. ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഗാർഡൻ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റി മറിക്കാം. വാൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു സ്ലൈഡിങ് വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ്. നമുക്ക് 2 സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിന് ഏത് ഡോർ വേണമെങ്കിലും തുറക്കാം. ഈ സ്ലൈഡിങ് ഡോറിനൊരു പ്രത്യേകത കുറച്ച് സ്പേസ് പറയും. നമ്മളിങ്ങനെ തുറക്കുന്ന ആ ഒരു ഡോറിനേക്കാളും കുറച്ചൊരു സ്പേസ് കുറവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഈ സ്ലൈഡിങ് ഡോർ എന്ന് പറയുന്നത്. നമ്മളിനി പോകുന്നത് നമ്മളുടെ പുറത്തെ
ആ ഒരു ആൽഫ്രസ്കോയിലേക്കാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആൽഫ്രസ്കോ ആണ് കേട്ടോ. സോ നല്ലൊരു തണുത്തൊരു ബ്രീസ് ഉണ്ട്. സോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗാർഡൻ ഏരിയ ആണ് കേട്ടോ. ഈ ആൽഫ്രസ്കോയിൽ നല്ല രസമുണ്ട്. ഡബിൾ ചെറി സൈഡിലിട്ടിട്ടുണ്ട്. ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കൗച്ച് എന്ന് പറയാൻ പറ്റില്ല, ഔട്ട് സൈഡ് ആയിട്ടുള്ള ഒരു ചെയറാണ്. ഇത് നമുക്കിത് എടുത്ത് അകത്തിടാൻ പറ്റും മഴയൊക്കെ നനയാണെങ്കിൽ. പക്ഷേ മുകളിൽ മഴ നനഞ്ഞാൽ ചെറിയ രീതിയിൽ വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു, നമുക്ക് വീടിൻ്റെ ഗാർഡൻ ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോകാം, എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാം. ഇവിടെ എന്താ പറയുക, നമുക്കിങ്ങനെ ഗെയിംസ്, ഇവിടെ ഒരു അത്യാവശ്യം ചെറിയൊരു മിനി ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. കുറച്ചുകൂടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഫ്ലവേഴ്സ്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തീ കായാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചെയറിൽ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ എത്തിക്കാം ഈ ഒരു ബേണറിനകത്ത്. ഇതൊരു അയണിൻ്റെ കാസ്റ്റാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയുടെ ഉള്ള വീട് അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള വീട് ഇതായിരുന്നു, 2 സ്റ്റോറി ബിൽഡിങ്. അതാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ബാക്കിലുള്ളത് കൺട്രി ക്ലബ്ബാണ്. അവിടെ കുറേ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗോൾഫ് കോഴ്സാണ് അതിൻ്റെ ബാക്കിലുള്ളത്. സോ ഇതാണ് ആ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അഭിപ്രായം നിങ്ങൾ അറിയിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2ാം നിലയിലേക്ക് പോകാം. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പം 2ാം നിലയിലേക്കുള്ള വ്യൂ എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനും വളരെ സർപ്രൈസ്ഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ഗോ അപ്പ്. ഒരു വുഡൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ പൊടി പോവും. പക്ഷേ പിള്ളേർക്കൊക്കെ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കുട്ടികളുള്ളവർക്കൊക്കെ കുറച്ചൊരു കൺസേൺ ആയിരിക്കും. കയറി വരുമ്പോഴേ നമുക്ക് നമ്മളുടെ ലിവിങ് റൂമാണ് ഫസ്റ്റ് വ്യൂ കിട്ടുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബ്ലാക്ക് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗ്രീൻ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഗ്രീൻ ഒരു ഗ്രേ യൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്ലാക്കിന് കൊടുത്ത് കുറച്ചൊരു കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്നതല്ലേ. ലിവിങ് റൂമിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റഡി റൂം കൊടുത്തിട്ടുണ്ട്. ഈ ചെയർ കണ്ടപ്പം എനിക്ക് കുട്ടികളുടെ ആണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുട്ടികളെന്ന് പറഞ്ഞേ ഉള്ളൂ. മുകളിലൊരു സ്പോട്ട് ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്കിലേക്കൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും. നല്ലൊരു സ്പേഷ്യസ്, നല്ല രസം, നല്ല ഭംഗിയാണ്. എനിക്ക് ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ പ്ലസ് ഗ്രേ ആണ് ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ തീമാണ് ഇവരിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ വെളിച്ചം കയറാൻ വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീട് പണിതിട്ടുള്ള ഒരു വീട് പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ ഒരു വീട് പണിയാനാണ് ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളൊരു വീടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ 2ാം നിലയിൽ നിന്നുള്ളൊരു വ്യൂ കുറച്ച് ബെറ്ററാണ്, കുറച്ചുകൂടെ. പക്ഷേ എക്സ്പെൻസീവ് ആണ് കേട്ടോ, അത് വേറൊരു കാര്യം. സോ നമ്മൾ ലിവിങ് റൂമിൽ നിന്നും പിന്നെ നമുക്ക് പോകുന്നത് നമ്മളുടെ കിച്ചണാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. ഇത് കിച്ചൺ, ഐലൻഡ് ബെഞ്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ടേബിൾ. വളരെ നല്ലൊരു സെറ്റപ്പിലാണ് ഡൈനിങ് ടേബിളിൻ്റെ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു ക്യാൻഡിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ലെതർ എന്ന് പറയാൻ പറ്റില്ല, റെക്സിൻ ടൈപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു ലെതർ ഫിനിഷിൽ പോലെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ള, അങ്ങനെയാണ് ചെയറിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ, നൈസാണ്. നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു ടേബിൾ ചെയ്തിട്ടുള്ളത്. അത്രയും എഡ്ജ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഇങ്ങനെ ഇടിക്കുമ്പോഴൊക്കെ വേനെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല റൗണ്ടഡ് പോലെ ചെയ്തിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പിലിരിക്കുന്നൊരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഈ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടേക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് TV കാണുന്നവർക്ക് അങ്ങനെയും TV കാണാം. അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നമ്മുടെ ലിവിങ് റൂം ഉള്ളത്. ലിവിങ് റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു TV യൂണിറ്റും ടേബിളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ നമ്മുടെ കിച്ചണാണ് കേട്ടോ. ഈ ഒരു ബാർ ചെയർ, നല്ല ഡിസൈനിലാണ് കേട്ടോ ബാർ ചെയർ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു ഡിസൈനിലാണ് ബാർ ചെയർ കൊടുത്തിട്ടുള്ളത്. ബാർ ചെയറും ഈ ഒരു ഐലൻഡ് ടേബിൾ കുറച്ച് ചെറുതാണ്, കൊള്ളാം. ഇതാണൊരു മീഡിയം നോർമൽ സൈസ് വരുന്നൊരു ഐലൻഡ് ബെഞ്ച്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്കൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ ലൈറ്റ് കിട്ടുന്ന ഉള്ളൊരു കിച്ചൺ ഫെസിലിറ്റിയാണ്. എനിക്കൊന്ന് ലൈറ്റ് കുറച്ച് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അപ്പുറത്തെ വീടിൻ്റെ റൂഫിൻ്റെ ലൈറ്റും കൂടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കൂടെ ലൈറ്റ് കിട്ടും. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ഈ ഒരു ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ബ്ലാക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ബ്ലാക്ക് പ്ലസ് വുഡൻ കളർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്ക് സ്റ്റോറേജാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് സ്റ്റോറേജാണ് കേട്ടോ.
റോങ് സൈഡിൽ അടിച്ച് വലിച്ച് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോണാണ് കേട്ടോ, ഒരു ഗ്രാനൈറ്റ് പോലത്തെ ഒരു സ്റ്റോണിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതും സ്റ്റോണാണ് കേട്ടോ, സ്റ്റോണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ പൊറോട്ടയൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് പൊറോട്ടയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ പരതി പൊറോട്ടയൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്പേസാണ്. കാരണം ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ട് പൊറോട്ട അതിൽ അടിക്കാനും പറ്റും, അതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിഷ് ആൻഡ് പാക്കൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉണ്ടോ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ, ലൈക്ക് അതാണല്ലോ 1 2 3 4 5 5 പാത്രങ്ങൾ വെക്കാനുള്ളൊരു സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന് താഴെ ഓവൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓവനാണ്. ഇലക്ട്രിക്കലായിട്ടുള്ളൊരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ, ചിലർക്ക് ഗ്യാസ് പ്രിഫറൻസ് ഉള്ളവരുണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾ ബിൽഡറുടെ അടുത്ത് പറയണം നിങ്ങൾക്ക് ഗ്യാസ് ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ. ഗ്യാസ് ആണെങ്കിൽ ഇതിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കും, ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്കൂളിലും ഗ്യാസാണ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ കുറേ ഫംഗ്ഷൻ നോബ്സും ടെമ്പറേച്ചർ സെറ്റപ്പും സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ കാണുന്ന എല്ലാം സ്റ്റോറേജുകളാണ്. ഇതെല്ലാം സ്റ്റോറേജുകളാണ്. വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ മേടിച്ച് അടുക്കി വെക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് നമ്മളുടെ ഐലൻഡ് ബെഞ്ചിൽ തന്നെയാണ് നമ്മളുടെ ഡിഷ് വാഷർ സെറ്റപ്പ് വെച്ചിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഇട്ടര്. ഇതാണ് ഡിഷ് വാഷറിൻ്റെ ഒരു ഡൗൺ പോർഷൻ കേട്ടോ, ഗ്ലാസ്സൊക്കെ വെക്കാനുള്ള സ്പേസ്. പിന്നെ നമുക്കിവിടെ നമ്മുടെ വേസ്റ്റ് റീസൈക്കിൾ പ്ലസ് നമ്മളുടെ ജനറൽ വേസ്റ്റ് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കിച്ചൺ കെമിക്കൽസൊക്കെ വെക്കാനുള്ള, പാത്രം കഴുകാനുള്ള ലോഷനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മളുടെ മൈക്രോവേവ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരെന്തുകൊണ്ട് താഴോട്ട് ഇതാക്കി എന്നെനിക്കറിയില്ല, ബട്ട് കൊള്ളാം. മൈക്രോവേവിൽ ഫുഡ് വെക്കണമെങ്കിൽ കുനിയണം. പിന്നെ ഇവിടെയും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചണിൽ നമുക്ക് പാൻട്രിയാണ്. പാൻട്രിയുടെ സൈഡിലായിട്ട് എനിക്കൊരു വലിയൊരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇവിടെയും എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളൊരു യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ടെമ്പറേച്ചർ 21.5 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊരു ബ്ലാക്ക് തീമാണ്. ഇവിടെയും ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇറച്ചിയൊക്കെ കഴുകാനും മീനൊക്കെ കഴുകാനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കണമെങ്കിൽ എടാവേ കറണ്ട് ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നല്ല ഗ്ലാസിൻ്റെ വ്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്കുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കതിൽ ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. ആ ഒരു റോട്ടിൽ കൂടെയാണ് നമ്മൾ വീട്ടിലെ ഉള്ളിലേക്ക് വന്ന് വണ്ടി കയറുന്നത്. ബ്ലാക്ക് തീം ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നൈസായിട്ട് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അറേഞ്ച്മെൻറ്റ്സ്. ഈ ഒരു അതായത് ഇതിൻ്റെ ആ ഒരു സ്പേസ്, അതായത് പുറത്തേക്ക് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുന്നതിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. ഈ ഒരു ഭിത്തി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വെക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ നൈസായിട്ട് ഇവിടെ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ചടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം. ഇതാണ് ഈ ഒരു പാൻട്രി ഏരിയ. പിന്നെ നമുക്കിവിടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. സെയിം ഫിഷ് ആൻഡ് പാക്കൽ. എനിക്കൊന്ന് അവരുമായിട്ടൊരു ബ്രാൻഡിങ് ആണ്, ആൾക്കാർക്ക് വരുമ്പം കാണാനും യൂസ് ചെയ്യാനും. അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മെയിൻ പോർഷൻ, താഴെ നമുക്ക് ഫ്രീസർ സെറ്റപ്പ്, താഴെയും 2 ഡോറിലുള്ള ഫ്രീസേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലൊരു ചെറിയ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഡോർ നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്, സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ ആ ഒരു കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് റൂമും കാര്യങ്ങളും എല്ലാം തന്നെ. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു കയറി വന്ന സ്റ്റെപ്പില്ലേ, ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ആ ഒരു ബെഡ്റൂം കാണാം. അതുപോലെ തന്നെ ആരെങ്കിലും ഡോറിൻ്റെ സൈഡിലൂടെ നമുക്കത് കാണാൻ പറ്റും. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഒരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോറ് കാണുമ്പോഴേ അറിയാം ഇതൊരു ലിനൻ സ്റ്റോറേജ് ആണെന്ന്. സോ അത് ഒരു ലിനൻ സ്റ്റോറേജിനുള്ളൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഡോർ, ഇതും ഒരു ലിനൻ സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് വരുമ്പോഴാണ് നമ്മളുടെ മെയിൻ ബെഡ്റൂം. ഐ ഗെസ് സോ ഇതൊരു മെയിൻ ബെഡ്റൂമാണ്. യെസ്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണിത്. ഒരു നല്ല കളർ തീം, ലൈക്ക് ഇതൊരു പ്രോപ്പർ ഗ്രേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഗ്രേ ഒരു തീമാണ് പിടിച്ചിട്ടുള്ളത്. ഗ്രേ, മുകളിൽ വൈറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക് കേർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ വെറുതെ ഇരിക്കാൻ, ലൈക്ക് എപ്പോഴും ബെഡിൽ പോയിരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയൊരു സ്മോൾ കൗച്ച്, ഒരു സിംഗിൾ കൗച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടൻ മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു പുറത്തേക്കുള്ളൊരു വ്യൂ കേട്ടോ. പുറത്തുകൂടെ വണ്ടി പോകുന്ന ഒരു തുള്ളി ഒച്ച പോലും അകത്ത് വരത്തില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്.
നമ്മൾ വളരെ സേഫായിട്ട് ഡബിൾ ഗ്ലേസ്ഡ് വിൻഡോ ഒക്കെ ആണെങ്കിൽ ഒരു തുള്ളി പോലും സൗണ്ട് ഉള്ളിലേക്ക് വരത്തില്ല. നമുക്ക് വളരെ സമാധാനത്തോടെ കടന്നുറങ്ങാം കേട്ടോ. നിങ്ങൾക്കൊരു ലൈറ്റ് ഫ്ലിക്കറിങ് ആയിട്ട് തോന്നും. അത് ക്യാമറയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ലൈറ്റ് ശരിക്കും ഫ്ലിക്കറിങ് അല്ല, നോർമൽ ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സൈഡ് ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കിങ് സൈസ് ബെഡ് അല്ല ആണോ എനിക്കൊരു ഡൗട്ടുണ്ട്. കണ്ടിട്ടൊരു കിങ് സൈസ് ബെഡ് പോലെ തോന്നുന്നു, പക്ഷേ കൈൻഡ് ഓഫ് ക്യൂൻ സൈസ് ബെഡാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഐ എം എക്സ്ട്രീംലി സോറി. അറിയുന്നൊരു കമൻറ്റ് കേട്ടോ. പിന്നെ ഈ സൈഡിലൊരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊരു ബെഡ് സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഹിസ് ആൻഡ് ഹെർ, ഇവിടെ ഹിസ് ആണെങ്കിൽ അപ്പുറത്ത് ഹെർ, അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വിൻഡോ ലൈറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയൊരു ലൈറ്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കൂട്ടർ വലിയൊരു വിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ബെഡ്റൂമിൽ പകൽ സമയത്ത് വെട്ടമില്ലെങ്കിലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെളിച്ചം കിട്ടും. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ എൻസ്യൂട്ടാണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എൻസ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സുകളിൽ LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ഹിസ് ആൻഡ് ഹെർ സിങ്സ് കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ താഴത്തെ സ്റ്റോറേജുകളാണ്. ഇതെല്ലാം സ്റ്റോറേജുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞൊരു വിൻഡോ ആണ്. വെളിച്ചം കയറാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നില്ലാത്ത സമയത്ത് കേർട്ടൻസ് നമുക്ക് റേസ് ചെയ്ത് വെക്കാൻ പറ്റും, ബ്ലൈൻഡ്സ് റേസ് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഷവർ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെൻസ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഡിവിഷൻ ഒന്നും തന്നെ ഇല്ല. ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ നിന്നും വളരെ ഓപ്പണായിട്ടാണ് ഈ ഒരു അതായത് നമ്മളുടെ ഷവർ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും പുറത്തെ ഡോർ ലോക്ക് ചെയ്തിട്ട് വേണം, ബെഡ്റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കുളിക്കാനും ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിലാണ് നമ്മളുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളുടെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഓക്കെ, പിന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. ഈ ഒരു ഡോറ് ആക്ച്വലി കുറച്ചുകൂടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ പ്രിഫർ സ്ലൈഡ് ഡോർ. കാരണം ആ സ്ലൈഡ് ഡോർ ആണെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് എടുത്തു എന്നുള്ളൊരു തോന്നൽ വരില്ല. അതാണ് കുറച്ചുകൂടി ഈസി. പിന്നെ സ്ലൈഡ് ഡോർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷെയ്ക്ക് ആവാൻ, ഇങ്ങനെ ഇളകി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ സ്ലൈഡ് ഡോറാണ് പ്രിഫർ ചെയ്യുന്നത്, സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് വാക്കിംഗ് ഡ്രോബ് ആണ്. പക്ഷേ അത് ബാത്റൂം ടോയ്ലറ്റും ആയിട്ട് എൻറ്റയർലി രണ്ടും രണ്ട് സ്ഥലത്താണ്. അതായത് എൻസ്യൂട്ട് അവിടെ ആണെങ്കിൽ എൻസ്യൂട്ടിൻ്റെ വേറൊരു സ്ഥലത്താണ് ഇത് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ചാണ് വെക്കേണ്ടത്, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വീടുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസ്യൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിട്ടായിരിക്കും അവർ ആ ഒരു വാക്കിംഗ് ഡ്രോബ്, അതായത് ഈ വാക്കിംഗ് ഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ലക്ഷറിയസ് ആയിട്ട് തോന്നുന്ന ഒരു വാക്കിംഗ് ഡ്രോബാണ്. വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്ലാക്ക് തീം, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ് കേട്ടോ. ഹിസ് ആൻഡ് ഹെർ എന്നുള്ള രീതിയിൽ ഷൂസും ബാഗും ക്യാപ്പും ഡ്രസ്സ് എല്ലാം തന്നെ വളരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ പുറത്തോട്ടുള്ള വ്യൂ കിട്ടും കേട്ടോ ഈ ഒരു വാക്കിംഗ് ഡ്രോബിൽ നിന്ന് തന്നെ. ഇതാണ് നമ്മുടെ മെയിൻ ഇതിലേക്കുള്ളൊരു എൻട്രി. ആ ഒരു എൻട്രിയാണ് കേട്ടോ. ഇങ്ങനെ താഴോട്ട് ഇതിലേക്കൂടെ കയറി വന്നിട്ടാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് നമ്മൾ വണ്ടി എടുത്തിരുന്നത്. ഇത് ഇങ്ങനെ ഹിഡനായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒരു തുള്ളി പോലും നമ്മുടെ ഇപ്പോൾ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് മുകളിലേക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പലർക്കും പല പ്രിഫറൻസ് ആണ്, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു പൗഡർ റൂം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒരു ഫുഡൊക്കെ കൊടുത്ത് ഒരു ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ ഒക്കെ കൊടുത്തതിന് ശേഷം അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലൂടെ കയറി നമ്മുടെ എൻസ്യൂട്ടിൽ പോകുന്നതിന് പകരം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാനും, അതുപോലെ തന്നെ അവരെന്താണെങ്കിലും ഷവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി, ഒരു പൗഡർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഖമൊക്കെ കഴുകാനും വാഷ് ചെയ്യാനും ഒന്ന് ഫ്രഷ് ആവാനുള്ളൊരു ഏരിയ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കൊരു LED ഒരു സ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ, പക്ഷേ ലൈറ്റ് ഓൺ ആണ് ഓൾറെഡി. എനിവേ ഓക്കെ. പിന്നെ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ട്രിമ്മറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അങ്ങനെ ട്രിമ്മറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ലാമ്പൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലാമ്പ് സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ ആരും സെറ്റ് ചെയ്യാറില്ല. ഒരു സെൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ഒരു
ഹാൻഡ് വാഷ് സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ടോപ്പ് ഫ്ലോറിൽ ഉള്ളത്. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഡെക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മളുടെ ലിവിങ് റൂം, ഡൈനിങ് ഹാൾ, കിച്ചൺ അതെല്ലാം പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ മെയിൻ ഡെക്ക്, ഈ ഒരു ഡെക്ക് 2ാം നിലയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഡോർ ഞാൻ തുറക്കാം. ഇതൊരു സ്ലൈഡ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. തുറക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് വരുന്നു കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ളൊരു സെറ്റപ്പിലുള്ളൊരു ഇതില്ല. നമുക്ക് സമ്മറൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കുറച്ചുകൂടെ ഔട്ട്സൈഡ് ആ ഒരു ഇത് പ്രിഫർ ചെയ്യും വന്നിരിക്കാനും ഒക്കെ. നല്ലൊരു ടേബിളും ചെയറും ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഒരു ക്യാൻഡിലൊക്കെ കൊടുക്കുക. ക്യാൻഡിലായി ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഓക്കെ, അതിൻ്റെ ഇതാണ് കേട്ടോ. നമുക്കിവിടെ താഴേക്കുള്ളൊരു വ്യൂവും വളരെ വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലുണ്ടായിരുന്ന ആ വീട് അതാണ് കേട്ടോ. അതും വിൽസൺ ഹോമാരുടെ ഡിസ്പ്ലേ ഹൗസാണ്. അപ്പോൾ അതിൻ്റെ ആൽഫ്രസ്കോയിലുള്ള വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. നെയ്ബേഴ്സൊക്കെ കഴിഞ്ഞാൽ ഹലോ ഹായ് ഇടാ വലയാ സുഖമാണിടാ എന്നൊക്കെ ചോദിക്കാം നമുക്കൊക്കെ. താഴെ ഞാൻ നേരത്തെ നടന്ന് കാണിച്ചൊരു ഏരിയ ആണ്. നിങ്ങളെ ഫുള്ള് നടന്ന് കാണിച്ചാണ്. അവിടെ ഫയർ പ്ലേസ് അല്ല, ഫയർ കത്തിക്കാനുള്ളൊരു അയൺ കാസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് തീയൊക്കെ കായാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, നമുക്ക് താഴെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഗോൾഫ് കോഴ്സാണ്. ഗോൾഫ് കോഴ്സ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഭയങ്കര സെറ്റപ്പിലേക്ക് അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കാണുന്നതാണ് കൺട്രി ക്ലബ്. ഈ ഒരു ഏരിയയ്ക്ക് ഫുള്ള് പറയുന്നത് കൺട്രി ക്ലബ് എസ്റ്റേറ്റ് എന്നാണ്. ഈ ഒരു വീട് ഇരിക്കുന്നത് സ്റ്റേജ് 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ, അതായത് 1ാം ലെവൽ, അതായത് 1ാം ഘട്ടത്തിൽ, ലെവലല്ല 1ാം ഘട്ടത്തിലെ വീടുകളാണ് ഇതെല്ലാം. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതെല്ലാം. അപ്പോൾ ആ 1ാം ഘട്ടത്തിലുള്ളൊരു ലാൻഡാണ്. ഇവിടെ വീട് പണിതിട്ടില്ല, ആരോ ലാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ക്ലിയർ വാട്ടർ 32 എന്ന് പറയുന്ന വിൽസൺ ഹോമുകാരുടെ ഈ ഒരു ഡിസൈൻ 2 സ്റ്റോറിഡ് ബിൽഡിംഗ് ആണ്. നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാസ്മാനിയയിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിൽസൺ ഹോമുകാരായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫേമാണ് വിൽസൺ ഹോംസ് എന്ന് പറഞ്ഞാൽ ബിൽഡേഴ്സ്. ടാസ്മാനിയ വൈഡ് ആയിട്ട് അവർ വീട് വെച്ച് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലാൻഡ് ഇപ്പം ഇവരോട് തന്നെ ചോദിച്ചെങ്കിൽ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട. ഒരു ലാൻഡും അതുപോലെ തന്നെ ആ ലാൻഡിനകത്തൊരു വീട് വെച്ച് തരും ഇവർ. അതിൻ്റെ ടോട്ടൽ പാക്കേജ് അവർ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് ത്രൂ ലോണൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ റെഡി ക്യാഷും കൊടുക്കാം. സാധാരണ എല്ലാവരും ബാങ്കിൽ ലോണൊക്കെ എടുത്തിട്ടാണ് വീട് വെക്കാറുള്ളത്. സോ ഇത് വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു 2 സ്റ്റോറിഡ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. അത് നിങ്ങളുടെ സൗകര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വീടുകൾ ഡിസൈൻ ചെയ്ത് അവർക്ക് നൽകാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. വീടിൻ്റെ സൈസ് എൻലാർജ് ചെയ്യാണ്ടുള്ള ചേഞ്ചസിനെല്ലാം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോസ്റ്റിൽ നിങ്ങൾക്കത് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു കൺട്രി ക്ലബ് എസ്റ്റേറ്റിൽ നിന്നും ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.